എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലുള്ള അശ്വിനിയുടെ കുറച്ച് ആർട്ട് വർക്കുകളാണ്. അപ്പോൾ സ്വന്തം പാഷനെ പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുകയാണ് അശ്വിനി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഞാൻ അശ്വിനി. കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിയാണ് താമസിക്കുന്നത്. എൻ്റെ കുറച്ച് ആർട്ട് വർക്കുകളാണ് ഇന്ന് മഞ്ജുഷ് ടീച്ചറുടെ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കൃഷ്ണൻ്റെ രാധയുടെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കുന്നതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ശേഷം ഈ ഹോളിലുള്ള മറ്റൊരു വർക്കാണിത്. ഇത് മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ അവൻ്റെ ഓരോ മന്തിലെയും ഫോട്ടോസ് വെച്ചിട്ട് ചെയ്ത ഒരു വാൾ പെയിൻറ്റിംഗ് ആണ്. ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ള മറ്റൊരു വാൾ പെയിൻറ്റിംഗ് ആണ്. ഇതൊരു 2 വർഷം മുന്നേ ചെയ്തിട്ടുള്ള മക്കാവിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ഇനി ഇവിടെ ഹാളിൽ തന്നെയുള്ള വേറൊരു വാൾ പെയിൻറ്റിംഗ് ആണിത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്യാൻവാസ് പെയിൻറ്റിങ്സ് ആണ്. ഇത് പഴയ ഫൈബർ പ്ലേറ്റ് മേക്ക് ഓവർ ചെയ്ത. ഇത് കഥകളിയുടെ ഈ ബോർഡർ എന്ന് പറയുന്നത് പിസ്ത ഷെല്ല് കളർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഗണപതിയുടെ ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. ഇത് ഫസ്റ്റ് ടൈം മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. വിഷുവിന് കണിവെക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതും കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുള്ളതാണ്. കണിവെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ടോട്ടലി 4 ഇപ്പോൾ സോൾഡായിട്ട് പോയിട്ടുള്ളത്. അതുപോലെ ഇതൊരു ബോട്ടിലാട്ടാണ്. ഇത് മോൻ്റെ ഫോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ചെയ്തൊരു ബോട്ടിലാട്ടാണ്.
ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് പോകുന്നത് നമ്മളെ ക്യാൻവാസ് പെയിൻറ്റിങ് ആണ്. അല്ലാതെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഈ ഫാബ്രിക് പെയിൻറ്റിങ്സ്. ഇത് വിഷുവിന് ഇപ്പോൾ മോന് വേണ്ടി ചെയ്തതാണ്. അതുപോലെ ഇത് കൂടാതെ സെറ്റ് സാരിയിൽ നമ്മൾ മയിൽപ്പീലിയും ഓടക്കോളിലും വെച്ച് ചെയ്തിട്ടുണ്ട്. ഓർഗൻസ ഷോൾ മെറ്റീരിയലിൽ വലിയ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇല്ല, അതൊക്കെ ഓൾറെഡി കൊടുത്തു. ഇതൊക്കെയാണ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഷർട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. വർക്കുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കിൽ ഒന്നാണിത്. അത്യാവശ്യം നല്ല റിവ്യൂസ് കിട്ടിയിട്ടുമുണ്ട്. പെയിൻറ്റിങ് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, രണ്ട് ഫാമിലി ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ആൻഡ് ഇംപ്രൊഫഷൻസ് എന്ന് പറഞ്ഞ ഒരു പേജ് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതുവഴിയാണ് ഞാൻ അത്യാവശ്യം സെയിൽസും ഓർഡേഴ്സും സ്വീകരിക്കുന്നത്. അതുവഴിയാണ്. നമ്മുടെ വർക്ക് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഏകദേശം 11 വാൾ പെയിൻറ്റിങ്ങാണ് ഇപ്പോൾ ടോട്ടലി ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് ഗിഫ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് ഘട്ടം പോളിഷിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരയിൽ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന അശ്വനിയുടെ ആർട്ട് വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വർക്കാണിത്. എത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഓരോന്നും ചെയ്തിരിക്കുന്നതെന്നറിയോ? ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഓർഡറൊക്കെ സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. തിരക്കുള്ള ഒരു കലാകാരിയായി വളർന്നുകൊണ്ടിരിക്കുന്ന അശ്വനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും നല്ല വീഡിയോസുമായി കാണാം. താങ്ക് യു.